MDMA അടക്കമുള്ള അതിമാരകമായ സിന്തറ്റിക് ലഹരികളുമായി കേരളത്തിലെ യുവജനങ്ങൾ പോലീസിന്റെ പിടിയിലാകുന്നതിന്റെ വാർത്തകൾ വീണ്ടും പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ചാലോട് മുട്ടന്നൂരിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ട യുവാവും യുവതിയും MDMAയുമായി പോലീസ് പിടിയിലായതോടെ മാരകമായ മയക്കുമരുന്നിന്റെ വ്യാപാരം കേരളത്തിൽ ശമനമില്ലാതെ തുടരുകയാണെന്ന കാര്യം കൂടുതൽ ഉറപ്പിക്കപ്പെടുകയാണ്. കണ്ണൂർ താവക്കര സ്വദേശിയായ നിഹാദ് മുഹമ്മദ് എന്ന യുവാവിനെയും പാപ്പിനിശ്ശേരി സ്വദേശിനിയായ അനാമിക സുദീപ് എന്ന യുവതിയെയുമാണ് മട്ടന്നൂർ SI RN പ്രശാന്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 0.89 ഗ്രാമോളം MDMA ആണ് പിടിച്ചെടുത്തത്. പിടിയിലായ നിഹാദ് മുഹമ്മദും അനാമികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും മട്ടന്നൂരിൽ അപ്പാർട്ട്മെന്റിൽ റൂം വാടകയ്ക്കെടുത്ത് ഇവർ ഒന്നിച്ച് താമസിച്ച് വരികയായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവരെ നടപടികൾക്കനുസൃതമായി വിശദമായി ചോദ്യം ചെയ്ത ശേഷം മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കി. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി ഇപ്പോഴും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് ഹൈന്ദവരും ക്രൈസ്തവരുമായ പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മയക്കുമരുന്ന് വിതരണക്കാരായ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും ഇവിടെ തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. ചേർത്തല സ്വദേശിനിയായ സോന അഗസ്റ്റിൻ എന്ന പെൺകുട്ടിയെ ലക്ഷദ്വീപുകാരായ ചെറുപ്പക്കാർക്കൊപ്പം MDMAയുമായി എറണാകുളത്തെ ലോഡ്ജിൽ നിന്ന് പിടികൂടിയിരുന്നു. മറ്റൊരു കേസിൽ കണ്ണൂരെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുതിയ തെരു സ്വദേശി യാസിറിനെയും അയാളുടെ പെൺസുഹൃത്ത് അപർണയെയും 158 ഗ്രാം MDMAയുമായി അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊപ്പം യാസിറിന്റെ സഹോദരൻ റിസ്വാനും സുഹൃത്ത് ദിൽഷീദും കണ്ണൂർ ടൗൺ പോലീസിന്റെ പിടിയിലായിരുന്നു. 2 വർഷം മുൻപ് കോതമംഗലം സ്വദേശിനിയും +2 വിദ്യാർത്ഥിനിയുമായിരുന്ന അക്ഷയ ഷാജി എന്ന പെൺകുട്ടിയെ തൊടുപുഴ പെരുമ്പള്ളിച്ചിറ സ്വദേശിയായ യൂനുസ് എന്ന ചെറുപ്പക്കാരനൊപ്പം MDMAയുമായി തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തതും തൻ്റെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അക്ഷയ അലറിക്കരഞ്ഞതും കേരളത്തിൽ ആരും മറന്നു കാണില്ല. ബംഗളൂരുവിൽ നിന്ന് തൃശ്ശൂരേക്ക് MDMAയുമായി യാത്ര ചെയ്ത തൃശ്ശൂർ സ്വദേശിനി സഞ്ജനയെയും അവളുടെ സുഹൃത്ത് ചേരൂർ സ്വദേശി കാസിമിനെയും മറ്റൊരു സുഹൃത്തിനെയും 2 വർഷങ്ങൾക്ക് മുൻപ് കിഴക്കേക്കോട്ടയിൽ വെച്ച് വാഹനം തടഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളം തൃക്കാക്കരയിൽ സുഹൃത്തായ സമീറിനൊപ്പം താമസിച്ചിരുന്ന തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിനിയായ അഞ്ജു കൃഷ്ണ എന്ന യുവതിയെ 55.18 ഗ്രാം MDMAയുമായി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് പോലീസിനെ കണ്ട് സമാർ ഓടി രക്ഷപ്പെട്ടതോടെ അഞ്ജു മാത്രമായിരുന്നു പിടിയിലായത്. ഇങ്ങനെ കേരളത്തിൽ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുമായി പിടിയിലാകുന്ന പെൺകുട്ടികൾ എല്ലാം ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരും അവർക്കൊപ്പം പിടിയിലാകുന്ന ചെറുപ്പക്കാർ മിക്കപ്പോഴും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരും ആകുന്നതും കേവലം യാദൃച്ഛികമല്ലെന്ന് തോന്നിയാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്തുകൊണ്ട് നാർക്കോട്ടിക് ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം വളരെ വ്യക്തമാണ്. കേരള സ്റ്റോറി സിനിമയുടെ 2ാം വരവോടെ പരക്കെ ചർച്ചയായിരിക്കുന്ന പ്രണയക്കണിയും നാർക്കോട്ടിക് കണിയും ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമായി വീണ്ടും കേരള സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്.